വലിയ കൊള്ളയാണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്. ഇതൊരു സംയുക്ത പാർലമെൻ്ററി സമിതിയെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഉന്നതമായ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തോട് കൂടി മാത്രമേ ഭക്തരോട് നീതി പുലർത്താൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇന്ന് ഇന്ത്യയുടെ പല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നടക്കുന്ന വലിയ കൊള്ളയെ അപേക്ഷിച്ച് ശബരിമല ഒരു കടലപ്പരിപ്പിൻ്റെ വലിപ്പമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുകയാണ്. ഇതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തതാണെന്ന് BJPയുടെ തന്നെ നേതാക്കൾ പരസ്യമായി പറയുന്നു. എല്ലാവർക്കും നമസ്തേ. നമ്മുടെ ഒരു MP ഉണ്ട്. അത് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട വിദ്വാനല്ല, രാജ്യസഭയെ കൂടെ നോമിനേറ്റ് ചെയ്യപ്പെട്ട് പുറംവാതിൽ കൂടി MP ആയ ഒരു വിദ്വാൻ ജോൺ ബ്രിട്ടാസ്. CPM നേതാവാണ്. കൈരളി എന്ന് പറയുന്നവരുടെ പാർട്ടി ചാനലിൻ്റെ തലവനൊക്കെ ആയിരുന്നു. അയാളുടെ ആവശ്യമാണ് അയോധ്യയിൽ ഇപ്പോൾ സംഭാവന കൊള്ള എന്നൊക്കെ ഇവർ പറയുന്ന കാര്യം അത് സംയുക്ത പാർലമെൻ്ററി സമിതി അന്വേഷിക്കണമെന്ന്. എന്തൊരു ഭക്തരോടുള്ള എന്തൊരു കരുതൽ! ഇവൻ 5 പൈസ, ഇവനൊക്കെ 5 പൈസ അവിടെ സംഭാവന നൽകിയിട്ടുള്ളവനാണോ, അല്ലെങ്കിൽ അവിടെ ഒരു കാണിക്കേട്ടിട്ടുള്ളവനാണോ? ഇവൻ്റെ പാർട്ടി തന്നെ പറയുന്നത് ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകരുന്നു. ക്ഷേത്രമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ക്ഷേത്രമാണ്, ഈ പള്ളിയോ മസ്ജിദോ ഒന്നുമല്ല. ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം കുറയും. അതിനോടൊപ്പം അതിനകത്തിൽ വ്യംഗ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ക്ഷേത്രം തകർന്നിട്ട് ഇവിടെ മസ്ജിദുകളും പള്ളികളും ആണ് ഉയർന്നു വരേണ്ടതെന്നാണ് അയാൾ പറഞ്ഞപ്പം. EMS ആണെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞത്. ആ വിദ്വാനാണെന്ന് തോന്നുന്നു പണ്ട് അങ്ങനെ പറഞ്ഞത്. അത് ഈ പാർട്ടിയുടെ, ഈ ബ്രിട്ടാസിൻ്റെ പാർട്ടിയായ CPMൻ്റെ ആപ്തവാക്യം തന്നെയാണത്. അങ്ങനെ നടക്കുന്ന പാർട്ടിയുടെ നേതാവ് ബ്രിട്ടാസാണ് പറഞ്ഞിരിക്കുന്നത് സംയുക്ത പാർലമെൻ്ററി അന്വേഷണം വേണമെന്ന്. ഇതേപോലെ നേരത്തെ ഇയാൾ വേറൊരു അവസരത്തിൽ പറഞ്ഞു അയോധ്യ വിവരാവകാശത്തിൻ്റെ കീഴിൽ, വിവരാവകാശ നിയമത്തിന് കീഴിൽ കൊണ്ടുവരണമെന്ന്. ഇവൻ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ഇവൻ ഹിന്ദു മതത്തിനെ ഇല്ലായ്മ ചെയ്യാൻ നടക്കുന്നവനാണെന്നുണ്ടെങ്കിലും അവന് ക്രിസ്തു മത പള്ളി വിട്ടുള്ള ഒരു കളിക്കും ഈ ബ്രിട്ടാസ് എന്ന് പറയുന്ന വിദ്വാൻ തയ്യാറാകില്ല. അവൻ്റെ മകളുടെയാണെന്ന് തോന്നുന്നു കല്യാണം നടന്നത് തന്നെ ഒരു പള്ളിയിൽ വെച്ച് വമ്പൻ ആർഭാടത്തോടു കൂടിയാണ് ഒരു കല്യാണം നടത്തിയത്. ഈ അടുത്ത സമയത്ത് റിപ്പോർട്ടുകളൊക്കെ വന്നതാണ്. അങ്ങനെയുള്ള ഇവൻ്റെ ആവശ്യമാണ് ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകരും എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവിൻ്റെ ആവശ്യമാണ് അയോധ്യയിലേത് ഓഡിറ്റ് നടത്തണം, അത് സംയുക്ത പാർലമെൻ്ററി സമിതി അന്വേഷിക്കണം എന്നൊക്കെ. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഈ മറ്റ് ക്ഷേത്രങ്ങളിലെ പ്രശ്നങ്ങൾ വെച്ച് നോക്കുന്നത് ശബരിമലയിലെ ആ മോഷണം കടലപ്പരിപ്പിൻ്റെ അത്രയും പോലും ഇല്ലെന്ന്. ഇവൻ്റെ നേതാക്കന്മാർ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണ് ശബരിമലയിലെ കോടാനുകോടി രൂപയുടെ സ്വർണ്ണവില അടിച്ചു മാറ്റിക്കൊണ്ടുപോയത്. അയാളുടെ നേതാവ് പിണറായി വിജയനെ ഒക്കെ കാണിച്ച ശബരിമല സ്വർണ്ണക്കൊള്ള പിണറായി വിജയൻ തന്നെ അല്ല, അയാളുടെ പാർട്ടിയുടെ ഒത്തിരി നേതാക്കന്മാരുണ്ട് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണ് നടന്നതെന്ന് എന്നേ ഉള്ളൂ. അത് നിസ്സാരവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ്റെയും മറ്റ് CPM നേതാക്കളുടെയും ശബരിമല തന്നെയല്ല മറ്റ് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഈ കൊള്ള, അവർ ഭരണത്തിൽ ഇരുന്നപ്പോൾ നടത്തിയ കൊള്ള നിസ്സാരവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബ്രിട്ടാസ് പറഞ്ഞത് ശബരിമലയിലെ സംഭവം ഒരു കടൽപ്പരിപ്പോളം വലിപ്പമേ ഉള്ളൂ അയോധ്യയിലെ വെച്ച് നോക്കുകയാണെങ്കിൽ. നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പിണറായി വിജയൻ ഭരിക്കുമ്പം ശബരിമലയിൽ നിന്ന് എങ്ങനെയാണ് ഈ സ്വർണവും പണവും ഒക്കെ തട്ടിയെടുത്തത് എന്നുള്ള കാര്യം അതിന് അന്വേഷണം നടത്താതെ അവരെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചത്. കാരണം അതിൽ നിന്ന് ഈ നേട്ടം കൊയ്ത ആളാണ്, അതിൻ്റെ ഒരു വിഹിതം പറ്റിയ ആളാണ് ഈ പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അതിന് തയ്യാറാകാതിരുന്നത്. പക്ഷെ അയോധ്യയിലെ കാര്യത്തിൽ നമ്മളും ചിന്തിച്ചു നോക്കൂ. യോഗി ആദിത്യനാഥ് ഇങ്ങനെ ഒരു സംഭവം വന്ന അപ്പോൾ തന്നെ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചു.
പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ രൂപീകരിച്ച് തന്നെയാണ് ഇത് ചെയ്തത്. ഇവിടെ കേരളത്തിൽ എന്താണ് നടന്നത്? പിണറായി വിജയൻ എന്താണ് ചെയ്തത്? ഒരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല, അന്വേഷണം നടത്താൻ തയ്യാറായില്ല, ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ തയ്യാറായില്ല. ഇതെല്ലാം ചെയ്യേണ്ടി വന്നത് എപ്പോഴാണ്? കോടതി ഇടപെട്ടിട്ട് കോടതി ഉത്തരവിട്ടു, നിർദ്ദേശം നൽകി. പിണറായി വിജയൻ ഇങ്ങനെ അന്വേഷിക്കാതിരുന്നപ്പോൾ കോടതി നിർദ്ദേശം നൽകി ഇത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കണം എന്ന് കോടതി നിർദ്ദേശം നൽകിയതുകൊണ്ട് ഗത്യന്തരമില്ലാതാണ് പിണറായി വിജയൻ ഇവിടെ ഒരു അന്വേഷണ സംഘത്തിനെ രൂപീകരിച്ചത്. എന്നിട്ടും എന്താണ് അയാൾ ചെയ്തത്? അയാളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. അതായത് പാർട്ടി പറയുന്നത് പോലെ പിണറായി വിജയനും പാർട്ടിയും പറയുന്നത് അനുസരിച്ച് തുള്ളുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ ആണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഉദ്യോഗസ്ഥരെ കുറിച്ചൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടായി. അടുത്ത സമയത്ത് നമ്മൾ കണ്ടതാണ്. പാർട്ടിക്ക് വേണ്ടി എന്താണ് ഈ രക്ഷാപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള അതിനകത്ത് പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള നിലപാടെടുത്ത ഉദ്യോഗസ്ഥരാണ് അതെല്ലാം. അതായത് പാർട്ടി പറയുന്നതിനപ്പുറം, പിണറായി വിജയൻ പറയുന്നതിനപ്പുറം പ്രവർത്തിക്കാത്ത പോലീസുകാർ, അവരെ വെച്ചാണ് ശബരിമല കേസ് നമ്മുടെ പിണറായി വിജയൻ അന്വേഷിപ്പിക്കാൻ തുടങ്ങി. അതേസമയം അയോധ്യയിലെ ഈ കാണിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് അടിച്ചു മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നപ്പോൾ യോഗി ആദിത്യനാഥ് അന്നേരം തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തത്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ടാണ് പറയുന്നത്, ഈ ബ്രിട്ടാസ് പറയുന്നത് സംയുക്ത പാർലമെന്ററി സമിതി വേണം അന്വേഷിക്കാൻ. ഇയാൾ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ പറയുന്ന വിദ്വാൻ നേരത്തെ പറഞ്ഞാണ് FCRAയ്ക്കെതിരായിട്ട് പറഞ്ഞതാണ്. അതായത് വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം ഭേദഗതിക്കെതിരെ പറഞ്ഞ വിദ്വാൻ അതിനെ എതിർക്കുന്നവനാണ് പറയുന്നത് ഇത് സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണം, വിവരാവകാശ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരണം എന്നൊക്കെ. എന്തുകൊണ്ട് ഇയാൾ എന്നിട്ട് ഈയുടെ പള്ളിയിലെ മേലാളന്മാർ മെത്രാന്മാർ ഭരിക്കുന്ന പള്ളിയിലെ ഒന്നും വിവരാവകാശ നിയമത്തിന് കീഴിൽ കൊണ്ടുവരാതെ? അത് പറ്റത്തില്ല. അത് കണക്കും തരാൻ തയ്യാറല്ല. പള്ളികളുടെ കണക്കൊന്നും ഞങ്ങൾ ആർക്കും തരത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഹിന്ദുക്കളുടെ അമ്പലത്തിലെ കണക്കുകൾ മൊത്തം വിവരാവകാശത്തെ ഇതിൻ്റെ കീഴിൽ കൊണ്ടുവരണം. ബ്രൂട്ടസെ, താൻ എന്ത് കിടന്ന് തുള്ളിയാലും ഈ ഇന്ത്യ വല്ലതും നടക്കുമോ? നാണമില്ലേ തനിക്ക്? നടക്കത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഈ വളവളാന്ന് കിടന്ന് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? താനല്ല തൻ്റെ പാർട്ടി വിചാരിച്ചാൽ ഈ ഇന്ത്യയിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഈ രാജ്യത്ത് ഈ വെറും ഒരു മൂലയ്ക്ക് ഈ തൂങ്ങിക്കിടക്കുന്ന നമ്മുടെ കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം, അതിനെ ഇവിടുത്തെ ജനങ്ങൾ പോലും പുറംകാലം കൊണ്ട് തൊഴിച്ചെറിഞ്ഞത്. എന്നിട്ടാണ് ഇവിടെ കിടന്ന് ഈ കുരയ്ക്കുന്നത്. അയോധ്യയിലെ കണക്ക് വേണം, പാർലമെന്ററി സമിതി അന്വേഷിക്കണം, ഇതെല്ലാം വിവരാവകാശ നിയമത്തിന് കീഴിൽ കൊണ്ടുവരണം, ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ, ക്ഷേത്രങ്ങളിലെ ഇതെല്ലാം. ആദ്യം താൻ ചെയ്യേണ്ടത് എന്താണ്? തൻ്റെ മത നേതാക്കന്മാർ നടത്തുന്ന ഇത് തട്ടിപ്പും വെട്ടിപ്പും അന്വേഷിക്കണമെന്ന് താൻ ആവശ്യപ്പെടുക. തൻ്റെ ആരാധനാലയങ്ങൾ ആദ്യം വിവരാവകാശ നിയമത്തിന് കീഴിൽ കൊണ്ടുവരിക. തൻ്റെ മത നേതാക്കന്മാർ വിദേശത്തു നിന്ന് പണം കൊണ്ടുവന്ന് ഇവിടുത്തെ ഹിന്ദുക്കളെ മതം മാറ്റാൻ, തൻ്റെ മതത്തിലേക്ക് ചേർക്കുന്നത് നിർത്താൻ പറയാൻ താൻ തയ്യാറാകുകയില്ല. തൻ്റെ ലക്ഷ്യം തന്നെ ഈ രാജ്യത്തെ ഈ ഹിന്ദുവിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് തൻ്റെയും തൻ്റെ പാർട്ടിയുടെയും ലക്ഷ്യം. ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ താൻ ഈ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അത്രയും മാന്യത ഉണ്ടാകും എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ
ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ സഹായിക്കുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും അമർത്തി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അതും കമൻറ്റ് ചെയ്യുക.